إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فكل ضلالة في النار أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ പടച്ച തമ്പുരാന്റെ വിധിവിലക്കുകളും അവന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളും ജീവിതത്തിൽ യഥാവിധി പുലർത്തിപ്പോരേണമേ എന്ന് എന്നോടും നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അത്തരുണത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും അവസാനം സന്തോഷപൂർവ്വം റബ്ബിനെ കണ്ടുമുട്ടാനുമുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ നമ്മളിൽ നിന്ന് വിട പറയുകയാണ്. എല്ലാവർക്കും ഒരുപാട് സന്തോഷവും അതിലേറെ ആനന്ദവും അതിലേറെ പ്രതീക്ഷകളും അതിലേറെ പ്രതിഫലങ്ങളും എല്ലാം നൽകിയ ഒരു പുണ്യമാസമായിരുന്നു റമദാൻ. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ കിട്ടിയിരുന്ന സൗഭാഗ്യങ്ങൾ അവരെ ചില്ലറയല്ല സന്തോഷവാന്മാരാക്കിയത്. വരുന്ന ദിവസങ്ങളിൽ കുറച്ച് റമദാൻ ദിനങ്ങളും അതിനുശേഷം വരുന്ന ഈദും നമുക്കൊക്കെ വലിയ പ്രതീക്ഷയും സന്തോഷവും ഒക്കെ തരുന്നതാണെങ്കിലും വളരെ തുച്ഛമായ ദിനങ്ങൾ കൂടി കഴിഞ്ഞാൽ സമ്പന്നരുടെ പ്രതിഫലങ്ങൾ സമ്പാദിച്ച മാസമെന്ന് പറയുന്ന ദരിദ്രരുടെ സന്തോഷത്തിന്റെ മാസമെന്നവർ പറഞ്ഞിരുന്ന പുണ്യ റമദാൻ നമ്മളിൽ നിന്ന് വിട പറയുകയാണ്. ഈ ഒരു അവസരത്തിൽ വളരെ ആത്മാർത്ഥമായി മനസ്സ് തുറന്ന് നമ്മൾ ചിലതൊക്കെ ചിന്തിക്കാനുണ്ട് പ്രിയപ്പെട്ടവരെ. ഒരാളും തന്നെ കണ്ണിമ വെട്ടാതെ നമ്മുടെ ശ്രദ്ധകളെയും ചിന്തകളെയും പിശാചുക്കൾ റാഞ്ചിയെടുക്കാതെ
ഇന്നത്തെ ഈ കുറഞ്ഞ സമയത്തെ ഖുതുബയിൽ നമ്മളുടെ വിചാരണ നമുക്കൊന്ന് നടത്തേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഊർജ്ജസ്വലനായി ഏറ്റവും സന്തോഷവാനായി കണ്ടിരുന്ന മാസം സഹാബാക്കൾ പറഞ്ഞത് അദ്ദേഹം റമദാനിൽ അത്രയും ഊർജ്ജസ്വലമായിട്ട് ഇബാദത്തിൽ മുന്നേറിയിരുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി നമ്മൾ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ചിന്തിക്കുക, ഈ റമദാൻ നമുക്കെല്ലാവർക്കും സമ്പൂർണമായി അതിന്റെ ഓരോ നിമിഷങ്ങളും ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. അതോ അലോസമായി എല്ലാവിധ ആലസ്യതകളുമായിട്ടാണ് ആ ദിനം നമ്മൾ കൊണ്ടുപോയത് എന്നാണോ? ഇനി അതുമാത്രവുമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹത്തിന്റെ ദിനം എന്ന് പറഞ്ഞ ഈ റമദാനിലെ ദിവസങ്ങളിൽ എന്റെ ഖുതുബ കേൾക്കുന്ന എല്ലാവരും അനുഗ്രഹങ്ങൾ തേടിയിട്ടുണ്ടായിരുന്നു. പാപമോചനത്തിന്റെ മാസം എന്നുള്ള പറഞ്ഞ ഈ മാസം, പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും നമ്മുടെ എല്ലാ പാപങ്ങളും ഒറ്റവാക്കിലല്ലാതെ എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മളെല്ലാവരും ഭയപ്പെടുന്ന നരകം, ആ നരകത്തിൽ നിന്ന് മുക്തി നേടാൻ നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയിലൂടെ സാധിച്ചിട്ടുണ്ടോ? ആജീവനാന്ത ശത്രുവായ പിശാചിനെ പരാജയപ്പെടുത്തി ഏറ്റവും നല്ല സന്മാർഗം നാഥ എന്റെ മുന്നിൽ തുറന്നു തരയണമേ എന്ന് നമ്മളൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അങ്ങനെ ഹൃദയവും ചിന്തയും പരിശുദ്ധമാക്കാൻ പറ്റിയ മാസം എന്ന് പറഞ്ഞ ഈ മാസം കൊണ്ട് ആർക്കെങ്കിലും പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു ധന്യത കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? നമ്മളെല്ലാവരും നമ്മുടെ ഹൃദയത്തോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ, ശരീരത്തെ റബ്ബിന് തൃപ്തിയുള്ളതാക്കി മാറ്റുകയും മനസ്സിനെ ആത്മീയാനുഭൂതി കൊണ്ട് ഏറ്റവും നല്ല മഹനീയമാക്കുകയും ചെയ്യുക എന്നത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റമദാനിൽ അയാൾക്ക് നേടാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യമാണ്. അതിന് നമുക്കെല്ലാവർക്കും സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെയും നമ്മൾ പ്രിയപ്പെട്ടവരെ പരിശോധിക്കേണ്ടതുണ്ട്. പുണ്യ റമദാൻ കഴിഞ്ഞിട്ട് പാപങ്ങൾ എത്രയെണ്ണം നമുക്ക് കഴുകിക്കളഞ്ഞ് ഒഴിവാക്കാൻ കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഈ റമദാനോടുകൂടി ഞാൻ ഈ നിർത്തിയിരിക്കുന്ന പാപങ്ങൾ, ഇന്ന പാപങ്ങൾ ഇനി ഞാൻ ഒരിക്കലും ചെയ്യില്ല എന്ന് പറയാൻ, ഇനി ഒരിക്കലും ഞാൻ അതിന്റെ പിന്നാലെ പോകില്ല എന്ന് പ്രഖ്യാപിക്കാൻ എത്ര പേർക്ക് സാധിച്ചിട്ടുണ്ട്? ഇതൊക്കെ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത്. പറഞ്ഞതും പറയാത്തതുമായ ഒരുപാട് തീരുമാനങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് സമ്പൽ സമൃദ്ധിയുടെ സൽക്കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുത്തിരിക്കുന്ന ധന്യതകൾ, അതൊന്നും നഷ്ടപ്പെടുത്താതെ നിലനിർത്താൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, സമ്പന്നത സകാത്തിലൂടെ സദഖയിലൂടെ അതിന്റെ തുടർച്ച ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ആളുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയുമുള്ള ദിവസങ്ങളിൽ, കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിലെ പള്ളിയുടെ ഒരു കളക്ഷൻ ഇങ്ങനെ പറഞ്ഞപ്പോ ഒരുപാട് ആളുകൾ ഇങ്ങനെ QR കോഡും പൈസയും ഒക്കെ ആയിട്ട് ഇങ്ങനെ സഹായിക്കുന്നതിനിടയിൽ ഒരു കൊച്ചുകുട്ടി വന്നു. പ്രിയപ്പെട്ടവരെ, കൊച്ചുകുട്ടി വന്നിട്ട് QR ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ വിചാരിച്ചു അവന്റെ വാപ്പ ഫോൺ കൊടുത്തയച്ചായിരിക്കും. ആ ഫോണിൽ നിന്ന് സ്കാൻ ചെയ്ത് 30 രൂപ അവന്റെ വക. സുബ്ഹാനല്ലാഹ്, അവിടെ 10,000, 10,000, 5,000 ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എന്നെ വല്ലാതെ പിടിച്ചു കുലുക്കി. അന്ന് തന്നെ രാത്രി ഞാനതൊരു ക്ലാസ്സിൽ പറഞ്ഞു. പ്രിയപ്പെട്ടവർ, ഒരു ചെറിയ മോൻ അവന്റെ ചെലവിനോ ബസ്സിന് കൊടുക്കാനോ അല്ലെങ്കിൽ ട്യൂഷന് പോകുമ്പോൾ കൊടുക്കാനോ കൊടുത്തിരുന്ന പൈസ, അതിൽ നിന്നൊരു 30 രൂപ ഞാനും കൊടുക്കട്ടെ എന്ന് തീരുമാനിക്കാൻ ആ പ്രിയപ്പെട്ട ചെറിയ വിദ്യാർത്ഥിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, പണക്കാരായവരെ, ധന്യരായവരെ, പണമില്ലാത്തവരെ, നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നൽകാനാണ് അല്ലാഹു പറഞ്ഞത്. ഒരാളും അതിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നില്ല, ഒരു മനുഷ്യനും ഒഴിഞ്ഞു പോകുന്നില്ല എന്നതാണ് വാസ്തവം. ഒരാളും 1,00,000 രൂപ വരുമാനമുള്ളവനും 100 രൂപ വരുമാനമുള്ളവനും ഇതിൽ വരണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരവധി ഹദീസുകളിലൂടെ പഠിപ്പിച്ചതാണ്.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ റമദാനിൽ ഒന്നാമതായി നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളുടെ പാപങ്ങൾ. 10ാം വയസ്സിൽ, 10ാം ക്ലാസ്സിൽ, അതേപോലെ തന്നെ വിവാഹത്തിന്റെ മുമ്പ്, വിവാഹത്തിന് ശേഷം, നര വന്നതിന് ശേഷം, വയസ്സായവന് ശേഷം, വയസ്സനായി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെ പാപങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മാത്രമേ അറിയുള്ളൂ. നിങ്ങളറിയോ? നമ്മൾ മരിച്ചുപോയാൽ നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കുറച്ച് എഫക്റ്റ് കൊടുക്കണേ. മരിച്ചുപോയാൽ നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്താ പ്രാർത്ഥിക്കുക? അല്ലാഹുവേ എന്റെ വാപ്പക്ക് പുറത്തു കൊടുക്കണേ, അല്ലാഹുവേ എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ, എന്റെ ജ്യേഷ്ഠന് പുറത്തു കൊടുക്കണേ, അല്ലേ? ചില ആളുകൾ പ്രാർത്ഥിക്കും, വാപ്പ വല്ലാതെ ഇങ്ങനെ കുറെ സംസാരത്തിലൊക്കെ മോശമായതൊക്കെ വരുന്ന ആളായിരുന്നു, പുകവലിക്കാരനായിരുന്നു, വാപ്പ നല്ലോണം സിനിമ കാണുകയായിരുന്നു, വാപ്പ മുമ്പൊക്കെ കുറച്ച് മദ്യപിച്ചിരുന്നു, പടച്ചോനെ വാപ്പാക്ക് പുറത്തു കൊടുക്കണേ, ആ മദ്യപിച്ചത് പുറത്തു കൊടുക്കണേ, പുകവലിച്ചത് പുറത്തു കൊടുക്കണേ എന്നിങ്ങനെ മണ്ണിന്റെ മുകളിൽ നിന്ന് നമ്മുടെ മക്കൾ പ്രാർത്ഥിക്കുമ്പോൾ ഖബറിൽ നിന്ന് പ്രയാസം കൊണ്ട് പൊറുതിമുട്ടുന്ന നമ്മൾക്ക് ആശ്വാസങ്ങൾ വന്നുകൊണ്ടിരിക്കുകയും നമ്മൾ വിചാരിക്കാത്തത്ര നന്മ നമ്മുടെ ഹിസാബിലേക്ക് കടന്നു വരികയും ചെയ്യും. എങ്ങനെ മോനതെടുത്ത് പ്രാർത്ഥിച്ചതിന്റെ പേരിൽ നിങ്ങൾ അറിയോ? മക്കൾ അറിയാതെയാ പലരും ഹറാമുകൾ ചെയ്യാറുള്ളത്. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പല തിന്മകളും ഒരാളോടും പറയാൻ പറ്റാത്തതാ. വീട്ടിലേക്ക് സമ്പാദിച്ചു കൊണ്ടുവരുന്നു, പക്ഷെ അത് ആരാന്റത് അടിച്ചു മാറ്റിയിട്ടാണ്, പറഞ്ഞു പറ്റിച്ചിട്ടാണ്, വഞ്ചിച്ചിട്ടാണ് കൊണ്ടുവരുന്നത് എന്ന് നമ്മുടെ ഭാര്യ അറിയില്ല, നമ്മുടെ മക്കൾ അറിയില്ല. ആ സമ്പാദ്യമായിരുന്നു തിന്നുകൂട്ടിയിരുന്നതും പടുത്തുയർത്തിയതും. അതേപോലെ തന്നെ വ്യഭിചാരം, അതേപോലെ തന്നെ ലഹരി ഉപയോഗങ്ങൾ, ഇതൊന്നും ആരും മക്കളോട് പറയാറില്ല. പ്രിയപ്പെട്ടവരെ, ഇതിനെപ്പറ്റിയൊന്നും തന്നെ മണ്ണിന്റെ മുകളിൽ നിന്ന് ഞാനിങ്ങനെ കാണിക്കുന്നുണ്ടറിയോ? നമ്മൾ ഖബറിൽ കിടക്കുമ്പോൾ മണ്ണിന്റെ മുകളിൽ നിന്ന് നമ്മുടെ മക്കൾ പറയില്ല കേട്ടോ, അതിനെപ്പറ്റി പ്രാർത്ഥിക്കില്ല കേട്ടോ. പ്രിയപ്പെട്ടവരെ, അപ്പൊ എന്താ വഴി? മക്കളെ ഞാൻ വ്യഭിചരിച്ചിരുന്നു എന്ന് പറയാനാണോ? അല്ല. എന്തു വേണം? ഇരിക്കണം പള്ളിയിൽ, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ മനസ്സൊന്ന് തുറന്നു പറയാൻ, ഒരാളും സംസാരിക്കാൻ വരാത്ത, ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കാത്ത, ഒരാളും കഥ പറയാൻ വരാത്ത, രാത്രിയുടെ ശോകമൂകമായ അന്തരീക്ഷത്തിന്റെ ആ സമാധാനത്തിന്റെ രാവുകളിൽ ഓരോ മൂലയിലിരുന്ന് ചെല്ലിപ്പെറുക്കിയിട്ട് കരയണം. പ്രിയപ്പെട്ടവരെ, പടച്ചോനെ എങ്ങനെ ചെയ്തു പോയിട്ടുണ്ട്. എന്റെ 16ാം വയസ്സ്, എന്റെ 18ാം വയസ്സ്, ഇപ്പോഴും പ്രിയപ്പെട്ട പ്രവർത്തകരെ, സഹോദരങ്ങളെ പറയാ, ഇപ്പോഴും ചെയ്യുന്നവരുണ്ടെങ്കിൽ അള്ളാന്റെ മുന്നിൽ എടുത്തു പറഞ്ഞു മാപ്പാക്കിക്കോളി. ഒരു ഉറപ്പ് തരാം, അള്ളാഹു പുറത്തു തരും, ഒരു സംശയവും. അറിയോ, ഈ ഭൂമിയിൽ എത്ര ചരൽക്കല്ലുകളുണ്ടോ അത്രയും മലക്കുകൾ ആകാശത്ത് നിന്ന് വന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്ക് നൽകുന്ന ഒരു വല്ലാത്ത ദിവസമായി ഇനി 4-5 ദിവസം അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇനിയോ ദാനധർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും നൽകേണ്ട സംഗതിയാണ്. നമസ്കാരം എപ്പോഴൊക്കെയുണ്ടോ അന്നൊക്കെയും നൽകേണ്ടതാണ് ദാനധർമ്മം. എന്നാൽ റമദാനിൽ പ്രത്യേകിച്ച് കണക്ക് കൂട്ടലുകൾക്ക്, ആളുകൾക്ക് ഓർമ്മകളിലേക്ക് വരാൻ പലരും വാർഷികത്തിന്റെ കണക്ക് കൂട്ടലുകൾ നോമ്പിലേക്ക് കൊണ്ടുവരും. എന്തിനാ? നോമ്പാകുമ്പോൾ ആ കണക്ക് കൂട്ടൽ ഓർമ്മയാകാൻ. അങ്ങനെയാണ് നോമ്പിന് കൂടുതൽ എന്തുവെന്നത്, ഈ സക്കാത്തും സ്വതക്കയും ഒക്കെ വ്യാപിച്ചത്. അതോടൊപ്പം മറ്റു മാസങ്ങളെക്കാളും ഒരുപാട് ഓഫറുകൾ ഉള്ളത് കൊണ്ട്. അതുകൊണ്ട് ദാനധർമ്മങ്ങൾ ചെയ്യണം നമ്മളെല്ലാവരും. കയ്യിലുള്ള ഏതെങ്കിലും 500 1000 എടുത്തിട്ട് വീട്ടിലെ ചെടി നനയ്ക്കുന്നവനും വീട് വൃത്തിയാക്കുന്നവർക്കും മാത്രം കൊടുത്താൽ പോരാ, അവരിൽ ഒതുങ്ങരുത് നമ്മുടെ സക്കാത്ത്. അതോടൊപ്പം നാട്ടിലെ ഏറ്റവും വലിയ പദവിയും പത്രാസും അലങ്കരിക്കുന്ന ആളുകൾ നാട്ടാർക്ക് മൊത്തം ദാനം ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട ഉമ്മാനെ മറക്കാനും പാടില്ല, പ്രിയപ്പെട്ട പണിക്കാരെത്തിയെ മറക്കാനും പാടില്ല. ഇയാൾ ഇത്രയും അധികം ആൾക്കാർക്ക് എല്ലാ ദിവസവും കൊടുത്തിട്ട് എന്താണ് ഇയാൾ എന്നെ ഒന്ന് കാണാത്തത് എന്ന് അയാളെങ്ങാനും മാനസികമായി വേദനിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ കൊടുക്കും, കൊടുത്തതിന്റെ പേരിൽ കൊടുക്കും, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് കൂടെയുള്ള ആളുകളെ നോക്കുക, ഉമ്മാനെ നോക്കുക, വാപ്പനെ നോക്കുക. ഉമ്മ അങ്ങനെ പൊയ്ക്കോളും, ഉമ്മക്ക് അത്ര ചെലവൊന്നുമില്ല എന്നല്ല, ഉമ്മക്ക് കൊടുത്തോളി. നിങ്ങൾ അറിയോ, ഒരുപാട് ഉമ്മമാര് മരിച്ച മക്കൾക്ക് സത്യം തുറന്നു പറയാൻ പറ്റും. പലരുടെയും ഉമ്മ മരിച്ച ശേഷമാണ് നമ്മൾ കൊടുത്തിരുന്ന പൈസ ഏലക്കായിടുന്ന പാത്രത്തിനകത്ത്, അതെ ഏലക്കായുടെ പാത്രത്തിനകത്ത്, പഴയ ബിസ്ക്കറ്റിന്റെ ടിന്നിനകത്ത് നമ്മൾ കൊടുത്ത പൈസ അതുപോലെ ചുരുട്ടി വെച്ചിട്ട് മന്റെ മയ്യത്തൊക്കെ അടക്കി മന്റെ അലമാര തുറന്നു നോക്കുമ്പോ ഡ്രസ്സുകൾ ഇങ്ങനെ എടുത്തു നോക്കുമ്പോ ഓരോ ബോട്ടിലുകൾ, ഓരോ പൊടികൾ, ഓരോ കിഴികൾ ഇങ്ങനെ കിട്ടുന്നത്. എല്ലാരും കൊടുത്ത പൈസ ഉണ്ട് അവിടെ.
വെറുതെ കളയില്ലമ്മ. നമ്മൾ ആരുടെയും ഉമ്മ അങ്ങനെ കളയില്ല. പ്രിയപ്പെട്ടവരെ, ആലോചിക്കുക, നമ്മള് ഉമ്മാക്ക് ചെലവൊന്നുമില്ല എന്ന് വിചാരിക്കരുത്. ഉമ്മക്ക് കൊടുക്കുങ്ങള്, സ്വന്തം ഉമ്മാക്ക് കൊടുക്ക്, നോട്ട് കെട്ടുകൾ കൊടുക്ക്, കൊണ്ടുപോയി കൊടുക്ക്. ഉമ്മാക്ക് ഇഷ്ടമുള്ള കുടുംബം വേണ്ട പോലെ എന്ന് പറഞ്ഞാൽ ഉമ്മാക്ക് ആർക്കെങ്കിലും ദാനം ചെയ്യാൻ ബോധ്യമുണ്ടെങ്കിൽ ഉമ്മ ഇത് നിങ്ങൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കൊടുക്കും. അതേപോലെ തന്നെയാണ് നമ്മുടെ തൊഴിലാളികൾ. മുതലാളിമാരെ നമുക്ക് വേണ്ടി സേവിക്കുന്നവരാണ് അവർ. അവർക്ക് ശമ്പളമൊക്കെ കൊടുക്കുന്നില്ലേ? പോരാതെ അത് അയാളുടെ ജോലിയുടെ അയാളുടെ അവകാശമാണ് ശമ്പളം എന്നത്. നിങ്ങളുടെ ഒരു ഔദാര്യവും നിങ്ങളുടെ പണിക്കാരന് കിട്ടിയിട്ടില്ല എന്നതല്ലേ വാസ്തവം. നിങ്ങളുടെ ഔദാര്യം എന്നത് സദഖയാണ്. ഇനി അവന്റെ അവകാശമാണ് നിങ്ങളിലെ സക്കാത്തും. അതുകൊണ്ട് ഓരോ തൊഴിലാളിമാരെയും വിളിച്ച് നമ്മൾ കൊടുക്കണം. കൊടുക്കാതെ വിടരുത്. ഡ്രൈവർക്ക് കൊടുക്കണം, ചെടി നനക്കുന്നവർക്ക് കൊടുക്കണം, അടുക്കളയിൽ പണിയെടുക്കുന്നവർക്ക് കൊടുക്കണം, അയൽവാസികൾക്ക് കൊടുക്കണം, കുടുംബക്കാർക്ക് ആർക്കൊക്കെ പണമില്ലാതെ. നിങ്ങൾ അറിയുമോ, പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, ലിൽ ഫുഖറാഇൽ ലദീന ഉസ്സിറൂ ഫീ സബീലില്ലാഹ് ലാ യസ്തതിഊന മർദൻ ഫിൽ അർദ് യഹ്സബുഹുൽ ജാഹിലു അഗ്നിയാഅ മിന തഗഫുഫ്. വല്ലാത്തൊരു ആയത്താണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആൽ ഇംറാനിൽ അല്ലാഹു പറയുന്നു. എന്താ പറയുന്നത് അറിയോ? ആരാണ് പാവപ്പെട്ടവരെന്ന് പറയുന്നത്? എന്താ പറയുന്നത്? അള്ളാന്റെ മാർഗത്തിൽ തടഞ്ഞു വെക്കപ്പെട്ടിട്ടുള്ളവരായ ദരിദ്രരത്രേ അവരുടെ വിഷയം എന്താണ്? അവർക്കാണ് നിങ്ങൾ ദാനധർമ്മങ്ങൾ നൽകേണ്ടത്. ഭൂമിയിൽ സഞ്ചരിക്കാൻ അവർക്ക് കഴിയുന്നില്ല, ആത്മാഭിമാനം പാലിക്കുന്നത് നിമിത്തം അവർ കഴിയുന്നില്ല. അറിയാത്തവർ അവരെ ധനികരായി കണക്കാക്കും. എന്നാൽ അവരുടെ ലക്ഷണങ്ങൾ അവരുടെ ലക്ഷണങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാകും. എന്താണ് ലക്ഷണം അറിയോ? അവർ മനുഷ്യരോടൊന്നും ചോദിച്ചു ബുദ്ധിമുട്ടിക്കുകയില്ല. എനിക്കിങ്ങനെ പ്രശ്നമുണ്ടെന്നൊന്നും അവർ പറയൂല. അവര് മാന്യരായിരിക്കും. അവര് ചിരിച്ചോണ്ട് നമ്മളെ കൂടെ ഉണ്ടാവും. നമ്മൾ പാവപ്പെട്ടവർക്ക് ഇന്ന് ഫിത്ർ സക്കാത്ത് അല്ലെങ്കിൽ ഇന്ന് കിറ്റുകൾ കൊടുക്കണമെന്ന് പറയുന്ന മീറ്റിംഗിൽ അവരുണ്ടാകും. പ്രിയപ്പെട്ടവരെ, അവരുണ്ടാകും. കണക്കെഴുതുന്നവരിൽ, പാക്ക് ചെയ്യുന്നവരിൽ, കൊണ്ടുപോയി കൊടുക്കുന്നവരിൽ അവകാശികളുണ്ടാകും. നമ്മളെന്ത് വിചാരിക്കും? 7 പണക്കാരും 3 പ്രവർത്തകരുമായ 10 ആളുകളാണെങ്കിൽ 7 പണക്കാരും നമ്മളെപ്പോലെ ആയിരിക്കും മറ്റവനും എന്ന് വിചാരിക്കും. പറ്റൂല. ഏറ്റവും വലിയ ഇതിനർഹരായ ആളാരാണ്? അവരൊരിക്കലും ചോദിക്കില്ല. അവരുടെ പ്രത്യേകത അവരാണ് ദാനധർമ്മത്തിന് അർഹൻ എന്ന് പരിശുദ്ധ ഖുർആൻ. നമ്മൾ ആലോചിച്ച് നോക്ക്. അപ്പൊ തെരയ എല്ലാവരും കിറ്റുകളൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്ന, ഓരോ വണ്ടികളിലും സജീവമായി കൊണ്ടുപോയി കൊടുക്കുന്ന ആളുകളുടെ ഭാര്യമാർ, മക്കൾ പറയും, പാപ്പാ അതിലുള്ള സേമിയ ഉണ്ടല്ലോ, അത് നമുക്ക് കിട്ടുമോ? പാപ്പാ നമ്മൾ ഇപ്രാവശ്യം തീരെ പായസം കുടിച്ചിട്ടില്ല, നമുക്ക് കിട്ടുമോ ആ പൊതി? പാപ്പാ അതിലെ ബിരിയാണി അരി ഒന്ന് നമുക്ക് കിട്ടിയാൽ നല്ലതായിരുന്നു എന്ന് ഭാര്യ പറയും. അന്നേരം നമ്മൾ പറയും, ഇല്ല മക്കളെ, ഇത് നമ്മളതല്ല, ഇത് പള്ളിക്കമ്മിറ്റി ഇന്ന ആൾക്ക് കൊടുക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചത് അല്ലേ? ആവശ്യക്കാരായതുകൊണ്ടാ ആ ഉമ്മ ചോദിച്ചത്, ഊതി കൊണ്ടാണ് ആ കുട്ടി ചോദിച്ചത്. അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിലെ പ്രവർത്തകരായ ആളുകളിൽ അർഹതയുള്ളവരുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവരെയും നമ്മൾ പരിഗണിക്കണം. അതാണ് ദാനധർമ്മം. ഒരാളും വിട്ടുപോകാൻ പാടില്ല. കഥക്കണിയിൽപ്പെട്ടവരുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ. നിങ്ങളറിയോ, അബ്ദുല്ലാഹി ഇബ്നു മുബാറക് ഒരാൾ കടത്തിൽ കുടുങ്ങി കടം വീട്ടാൻ കഴിയാതെ ജയിലിലടക്കപ്പെട്ടു. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് ഇതറിഞ്ഞു. ആ മനുഷ്യനെ കാണാതെ അന്വേഷിച്ചപ്പോൾ അയാൾ കടം വീട്ടാൻ സമയം കൊടുത്തു. എല്ലാ ഉപാധിയും കഴിഞ്ഞ് അയാൾ ജയിലിലടക്കപ്പെട്ടു എന്ന് പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് ഈ മനുഷ്യനറിയാതെ മുഴുവൻ കടവും വീട്ടി. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് വഴിയിൽ വെച്ച് കാണുകയാണ്. വഴിയിൽ വെച്ച് കണ്ട് എവിടെയായിരുന്നു? ജയിലിലായിരുന്നു. പക്ഷേ ആരോ ഒന്ന് എന്റെ കടം വീട്ടി. ആരോ ഒരു മനുഷ്യൻ എന്റെ കടം വീട്ടിയതിനാൽ ഞാൻ രക്ഷപ്പെട്ടതാണ്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് അൽഹംദുലില്ലാഹ് ഒരാളും അറിയാതെ അർശിന്റെ തണൽ നൽകപ്പെടുന്ന 7 വിഭാഗത്തിൽ പറഞ്ഞില്ലേ? വലത് കൈ കൊടുത്തത്, ഇടത് കൈ അറിയാതെ ദാനം ചെയ്തവർ. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് അതായിരുന്നു ചെയ്തത്. മുഴുവൻ കടങ്ങളും വീട്ടി അയാൾ ജയിലിലേക്ക് പുറത്തിറങ്ങി, എന്റെ പറമ്പിലെ തേങ്ങ വലിച്ചിട്ടുണ്ട്, അതൊന്ന് പെറുക്കാനുണ്ട് എന്ന് പറഞ്ഞോണ്ട് ഉപയോഗപ്പെടുത്തിയില്ല. എന്റെ വണ്ടി ഒന്ന് കൈയ്യിൽ തരുമോ എന്ന് ചോദിച്ചില്ലേ പ്രിയപ്പെട്ടവരെ? അബ്ദുല്ലാഹി ഇബ്നു മുബാറക് അൽഹംദുലില്ലാഹ് നിങ്ങളാ കടം തീർന്നില്ലേ എന്ന് പറഞ്ഞിട്ട് പിരിഞ്ഞു പോവുകയാണ്. അത്തരണത്തിലുള്ള ദാനധർമ്മങ്ങൾ ചെയ്യാൻ പ്രിയപ്പെട്ടവരെ സാധിക്കും നമുക്ക്. നമ്മൾ യാതൊക്കെ സഹാബികളും അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ചവരാണ്. അല്ല, നമുക്ക് കഴിയുന്നത്. നമുക്ക് അതിനേക്കാളും ഭംഗിയിൽ കഴിയും. നമുക്ക് അതിനേക്കാളും പ്രതിഫലം കിട്ടും. അറിയോ നിങ്ങൾ? അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തുള്ള സഹാബികളെക്കാളും 50 സഹാബികളുടെ പ്രതിഫലം നമുക്ക് കിട്ടും. ചില ത്യാഗങ്ങൾ നമ്മൾ ചെയ്താൽ, ചില സഹാനുഭൂതി നമ്മൾ ചെയ്താൽ, ക്ഷമിച്ചാൽ, അതിനൊക്കെയും പ്രതിഫലമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മൾ എല്ലാവരും സൂക്ഷ്മത പുലർത്തിക്കൊണ്ട്
കൊണ്ട് ജീവിക്കണം. അള്ളാഹു നമുക്ക് അതിനെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനിയോ സദക്കയുടെ കാര്യം അള്ളാന്റെ റസൂല് പള്ളിയിൽ ഇങ്ങനെ പറഞ്ഞിട്ട്, പള്ളിയിൽ നിന്ന് ഖുതുബയിൽ ഇങ്ങനെ പറഞ്ഞു, ഭയങ്കര വൈകാരികമായി ആളുകൾ അത് ഏറ്റെടുത്തു. നമ്മളെപ്പോലെ കുത്തുബ അടിപൊളിയായിരുന്നു, പക്ഷെ പൈസയ്ക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞവരല്ലായിരുന്നു. അവരവിടെ നിന്നു. നിങ്ങൾക്കറിയോ, അസർ ജമാഅത്ത് കഴിഞ്ഞപ്പോ ഒരു മനുഷ്യൻ പുറത്തു നിൽക്കുകയാണ്. അരക്കെട്ടിൽ ഇങ്ങനെ പൊന്തിക്കിടക്കണം ഓരോ സാധനം, അരക്കെട്ട് ഇങ്ങനെ പൊന്തി വെച്ചിട്ട് തുണിയിൽ തിരികിയിട്ട് ഒരു മനുഷ്യൻ അസർ കഴിഞ്ഞിട്ട് പള്ളിന്റെ പുറത്തേക്ക്, ഇവിടല്ല അള്ളാന്റെ റസൂലിന്റെ പള്ളിയിൽ സഹാബികൾ വന്ന് ചോദിച്ച് എവിടെ ഇത്? അയാൾ പറയണേ, ആർക്കെങ്കിലും കറി വെക്കാൻ ഉള്ളി വേണോ, വലിയുള്ളി വേണോന്ന്. സുബ്ഹാനല്ലാഹ്, അള്ളാന്റെ റസൂലിന്റെ കാലത്ത് വലിയുള്ളി അരയിൽ തിരികിയിട്ട് കൊണ്ടുവന്നതായി മനുഷ്യൻ. ആർക്കെങ്കിലും കറി വെക്കാൻ ഉള്ളി വേണമെങ്കിൽ ഉള്ളി ഇതാ എന്ന് പറഞ്ഞ് പള്ളിയിൽ വന്നവർക്ക് ഉള്ളി ദാനം ചെയ്തതാ, ഉള്ളത് ദാനം ചെയ്തോളി എന്ന് റസൂൽ പറഞ്ഞപ്പോ ഉള്ളി വരെ എടുത്തു കൊണ്ടുവന്നു അവർ. ആലോചിച്ചു, നമ്മൾ പെടും പ്രിയപ്പെട്ടവരെ. 2 കിലോനും 3 കിലോനൊക്കെ വാങ്ങി വെച്ചതിൽ നിന്ന് ഉള്ളി വരെ കൊടുത്താൽ രക്ഷപ്പെടുന്നു ഭാര്യക്ക് പറഞ്ഞു കൊടുത്തോളി. പിന്നിൽ കൊടുക്കട്ടെ, പിന്നിലെ വീട്ടിലേക്ക് കൊടുക്കട്ടെ. ഞാൻ എന്റെ കുത്തുബയുടെ ഭംഗിക്കല്ല, അള്ളാഹുവാണ് സത്യം. പ്രിയപ്പെട്ടവരെ, നമ്മൾ രക്ഷപ്പെടണം ഈ റമദാനിൽ. അടുത്ത റമദാനിൽ അറിയില്ല നമുക്ക്, നമ്മൾ ഉണ്ടാകുമെന്ന് അറിയില്ല, നമ്മൾ ഉണ്ടായിട്ടെന്താ ഇപ്പോഴുള്ള ധന്യതയും ഇപ്പോഴുള്ള ആരോഗ്യം നോക്ക്. കഴിഞ്ഞ റമദാനിൽ സജീവമായി എന്റെ ഇടത്തും വലത്തും വന്ന പലരിലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാനുണ്ടാകും. സ്ട്രോക്ക് അനുഭവിച്ച് കിടക്കുന്നവർ, മരണപ്പെട്ടു പോയവർ, തന്റെ പായയിൽ വിദേശത്ത് തന്റെ കൂടെ കിടന്ന ആള് ഇന്ന് സലാലയിലും ഒക്കെ പറയല, 35 വയസ്സുകാരൻ. അള്ളാഹു അവന് സ്വർഗം നൽകട്ടെ, അവന് സ്വർഗം നൽകട്ടെ. അള്ളാഹു നിങ്ങൾക്കൊക്കെ അതുപോലെ പറയാനുണ്ടാകും. അതുപോലൊരു ദിവസം എന്നെപ്പറ്റിയും ഈ ഖത്തീബ്, ഇവിടെ വരുന്ന ഖത്തീബ് പറയും, കഴിഞ്ഞ വർഷം ഇവിടെ ഖുതുബ പറഞ്ഞ, കഴിഞ്ഞ വർഷം ഇവിടെ ഖുതുബ കേൾക്കാൻ വന്ന എന്ന് പറയുന്ന ഒരവസ്ഥ നമ്മളെപ്പറ്റി പറയും. പ്രിയപ്പെട്ടവരെ, നമ്മൾ നടന്നുപോയ മക്ബറയുടെ മൺതരികൾ ഒരുപക്ഷേ നമുക്ക് വേണ്ടി ഖബർ കുഴിക്കുമ്പോൾ ഈ മമ്മട്ടി കൊണ്ട് പറന്നുകൊണ്ട് വെട്ടിമാറ്റപ്പെടുന്ന മൺതരികളായിരിക്കും. അതിന്റെ മുകളിലൂടെ ഒരുപക്ഷെ നമ്മൾ നടന്നിട്ടുണ്ടാകും, നമ്മൾ കണ്ടിട്ടുണ്ടാകും. നമ്മളെ എവിടെയാണ് നാട്ടുകാർ മറവ് ചെയ്യുക എന്ന സ്ഥലം നമ്മൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ നമുക്കറിയില്ല അവിടെ ആയിരിക്കുമെന്ന്, നമുക്കറിയില്ല അവിടെ നമ്മുടെ സ്ഥലമാണെന്ന്. അങ്ങനെ ഒരു ദിനം വരും. അതുകൊണ്ട് അതിനെയെല്ലാം ഭയപ്പെട്ട് കെട്ടയിച്ചു വിടുക. ഒരിക്കലും നിങ്ങൾക്കറിയോ, അല്ലാഹുവിന്റെ റസൂലിനെ എല്ലാരെക്കാട്ടും നമുക്ക് ഇഷ്ടമല്ലേ, എല്ലാ ഖതീബിനേക്കാളും നമുക്ക് വിശ്വാസമല്ലേ. റസൂലാണ് മിമ്പറിൽ കയറിയിട്ട് പറയുന്നത്, അല്ലാഹുവാണ് സത്യം, സ്വതക്ക കൊടുത്തതിന്റെ പേരിൽ 1 റുപ്യ നിങ്ങൾക്ക് കുറഞ്ഞു പോകില്ല കേട്ടോ സഹോദരങ്ങളെ എന്ന് അല്ലാഹുവിന്റെ റസൂൽ മിമ്പറിൽ വെച്ചിട്ട് പറയുകയാണ്. സത്യം ചെയ്ത് പറയാണ് റസൂൽ. സത്യം ചെയ്തിട്ടില്ലെങ്കിൽ എന്താ? എല്ലാം നമ്മൾ വിശ്വസിക്കാൻ പറ്റിയ സത്യസന്ധനായ റസൂല് സത്യം ചെയ്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെ അത് കേൾക്കുന്ന ആളുകൾക്ക് മറ്റൊരു ക്വസ്റ്റ്യനും വരരുതേ എന്ന് ചിന്തിക്കുമ്പോഴാണ് അത്ര അല്ലാഹുവിന്റെ റസൂൽ സത്യം പറയാറുള്ളത്. ഞാനൊരു സത്യം പറയട്ടെ, സത്യേറ്റും എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് അതിനായിരുന്നു പറഞ്ഞത്. സ്വതക്ക കൊടുത്തവർക്ക് അതിന്റെ പേരിൽ ഒരു കുറവും അള്ളാഹു വരുത്തില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക, ദാനധർമ്മത്തിൽ സജീവമാകണം. ഇനിയുള്ള ദിവസങ്ങൾ അതിന്റെ ദിവസങ്ങളാക്കി ഉപയോഗപ്പെടുത്തണം. എല്ലാം എന്തൊക്കെയാണോ വീട്ടിലുള്ളത് എടുത്ത് കൊടുത്തോളി. നിങ്ങൾ എല്ലാം കൊടുത്തോളി. എല്ലാത്തിനും ആവശ്യക്കാരുണ്ട്. ഈ ബാംഗ്ലൂരിലൊക്കെ എന്തിനും ആവശ്യക്കാരുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തിനും എന്തെടുത്തു കൊടുത്താലും കൊണ്ടുപോകാൻ ആളുകൾ. എല്ലാം എടുത്തു കൊടുത്തിട്ടൊന്ന് സ്ഫുടം ചെയ്യും നമ്മളെല്ലാവരും. തുച്ഛമായത് മതി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിത്യവേതനത്തിൽ നിന്ന് അറിയോ വളരെ കുറച്ച് ആ 2 രാത്രിക്ക് തിന്നാനുള്ള ഭക്ഷണത്തിന്റെ പണം വെച്ചിട്ട് ബാക്കി എല്ലാം കൊടുത്തു കളയുന്ന സഹാബിയായിരുന്നു മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ. അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്നത് പറഞ്ഞത്, നമ്മളിവിടെ ഒരു വഴിയാത്രക്കാരനാണ്. കുറച്ചു കാലം നിൽക്കും നമ്മൾ. അപ്പൊ നമ്മളൊരു സത്രത്തിൽ നിൽക്കുന്ന പോലെ ഒരു തണൽ കിട്ടും, ഒരു വീടുണ്ടാകും, ചിലപ്പോൾ കുറച്ച് വരുമാനം ഉണ്ടാകും. പക്ഷെ അതൊക്കെ ഇവിടെ വെച്ചിട്ട് നമ്മൾ പോകും. നമ്മൾ അത്രയും വളരെ ദുർബലമായ ഒരു കാലഘട്ടം മാത്രമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടാകുക. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് നമ്മളെല്ലാവരും സൂക്ഷ്മതയും ജാഗ്രതയും പുലർത്തണം. എന്നിട്ടോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് അബൂ ഹുറൈറ നിരവധി ഹദീസുകൾ നമുക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്ത അബൂ ഹുറൈറ അറിയുമോ, മരണാശയ്യയിൽ കിടന്നു ഉറക്കണത്ര ബേജാറിൽ. സഹാബികൾ ചോദിച്ചുല്ലേ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ച ആളല്ലേ, എന്തിനാ അബൂ ഹുറൈറ ബേജാറാകുന്നത്? റസൂലുള്ളാഹിന്റെ പള്ളിയിൽ നിരന്തരം ഉണ്ടായിരുന്ന ആൾ, പ്രവാചകന്റെ ഇടത്തും വലത്തുമായിട്ടുണ്ടായിരുന്ന ആൾ, ഞങ്ങൾക്കൊക്കെ ഒരുപാട് ഹദീസുകൾ പഠിപ്പിച്ചു തന്ന ആൾ. അബൂ ഹുറൈറ, എന്താണ് നിങ്ങൾ ബേജാറിന്റെ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അബൂ ഹുറൈറ പറയാണ്, സംഗതിയൊക്കെ ശരിയാണ്, പക്ഷേ എന്തോ
ഞാൻ ഈ യാത്ര തിരിക്കുമ്പോൾ എന്റെ കയ്യിലുള്ളത് മതിയാകില്ല എന്ന് എനിക്ക് തോന്നുന്നു സഹാബത്തെ. എനിക്ക് ആ യാത്രയിൽ നമ്മൾ ഒരുക്കമുണ്ടല്ലോ. ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ ഒരാൾ പുറപ്പെടുമ്പോൾ കൊണ്ടുപോകുന്ന ആ ഒരു ബാഗേജ് ഉണ്ടല്ലോ, ആ ബാഗേജ് പോരാ എന്ന് എനിക്ക് തോന്നുകയാണ് സഹാബത്തെ എന്ന് അബൂ ഹുറൈറ പറഞ്ഞു. ആരാ അബൂ ഹുറൈറ എന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഓരോ ഹദീസുകളും മനഃപ്പാടമാക്കാൻ തയ്യാറായി റസൂലുള്ളാഹിന്റെ ഏറ്റവും അടുത്തിരുന്ന സഹാബത്ത്. എത്രത്തോളം എന്ന് വെച്ചാൽ, ഒരു ദിവസം ഞാൻ ലീവായാൽ അന്ന് എനിക്ക് ഹദീസ് നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ട് പള്ളിയിൽ നിന്ന് പല ദിവസവും പോകാതെ റസൂലുള്ളാഹിനോട് ചേർന്ന് നടന്ന സഹാബി. ഇനിയോ തന്റെ ഉപജീവനം മുട്ടി വീട്ടിൽ പട്ടിണി വരുമെന്ന് കണ്ടപ്പോൾ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരനെ വിളിച്ചിട്ട്, ഇന്ന് ഞാൻ ഉണ്ടാവില്ല, പ്രവാചകൻ എന്തൊന്നുരുവിടുന്നുവോ അതെല്ലാം രേഖയാക്കിയിട്ട് എനിക്ക് രാത്രി പറഞ്ഞു തരണമെന്ന് പറഞ്ഞ് പകരം ആളെ വെച്ച് പണിക്ക് പോയ സഹാബിയ. സുബ്ഹാനല്ലാഹ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ആ അബൂ ഹുറൈറയാണ് മരണാശയ്യയിൽ വിറച്ചതെങ്കിൽ നമ്മളൊക്കെ ഒരുപാട് പ്രിയപ്പെട്ടവരെ ഒരുപാട് ചെയ്യാനുണ്ട്. അതുകൊണ്ടല്ലേ ഉസ്മാൻ ഇബ്നു അഫ്ഫാനൊക്കെ ചെയ്തതിന്റെ ഞാൻ പല തവണ ഇവിടെ പറഞ്ഞതാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ വീട്ടിൽ വളഞ്ഞ് കൊല്ലാൻ വേണ്ടി തീരുമാനിച്ച സമയത്ത് വെള്ളം പോലും കൊടുത്തില്ല അവർ, നമസ്കരിക്കാൻ പള്ളിയിൽ പറഞ്ഞയച്ചില്ല അവർ. ആ സമയത്താണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ചോദിക്കുന്നുണ്ട്, أنشدكم بالله والإسلام هل تعلمون أن رسول الله صلى الله عليه وسلم قدم المدينة وليس بها ماء يستعذب غير بئر روما. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പറയാണ്, പ്രവാചകൻ മദീനയിലേക്ക് വരുമ്പോൾ നമുക്ക് വെള്ളം കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മൻ യസ്തരി ബിئر روما മൻ യസ്തരി ബിئر روما ഫജഅൽ ദൽവഹു മഅദിലാഇൽ മുസ്ലിമീൻ. ആര് വാങ്ങിത്തരും ആ റൂമാക്കിണർ? നമ്മൾ ആരെങ്കിലും വാങ്ങുകയാണെങ്കിൽ എന്നും പൈസ കൊടുത്തിട്ട് ഇങ്ങനെ വാങ്ങി കുടിക്കല് അത്ര ലാഭകരമല്ല, പ്രയാസമാണ് എല്ലാവർക്കും. അതുകൊണ്ട് ആരെങ്കിലും നമ്മളെ കൂട്ടത്തിൽ അത് വാങ്ങി തന്നിരുന്നെങ്കിൽ അയാൾക്ക് സ്വർഗത്തിൽ പകരം ലഭിക്കും. അല്ലാഹുവിന്റെ റസൂൽ പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ബിഖൈരിൻ ലഹു മിൻഹാ ഫിൽ ജന്ന, അയാൾക്ക് സ്വർഗത്തിൽ പകരം ഏറ്റവും നല്ലത് കിട്ടും. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, നിങ്ങൾക്കറിയുമോ പ്രിയപ്പെട്ടവരെ, 20,000 ദീനാർ എപ്പോ? ഇന്നലെയല്ല, 1444 കൊല്ലം മുമ്പ് 20,000 ദീനാർ വില കെട്ടിയിട്ടാണ് റോമാക്കിണർ വാങ്ങുന്നത്. എന്നിട്ട് കൊടുത്തു അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബികൾക്ക് കുടിക്കാൻ. അതാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അതുപോലെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് മരിച്ചു കഴിഞ്ഞാൽ പോലും മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയ ദാനധർമ്മങ്ങളിൽ ഏറ്റവും പ്രബലമായി എണ്ണിയത് വെള്ളം നൽകാൻ. കിണറുകൾ സൃഷ്ടിച്ചു കൊടുക്കുക, വാപ്പാന്റെ പൈസ എടുത്തിട്ട് വെള്ളം എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾ, ഇങ്ങനെ ഒരുപാട് ധർമ്മങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഒന്നും പ്രിയപ്പെട്ടവരെ നമുക്ക് എന്താവില്ല, നഷ്ടപ്പെടില്ല എന്ന് മനസ്സിലാക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു സൂക്ഷ്മതയും ധന്യതയും റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഇതാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് പോകേണ്ടി വന്നാൽ തൊട്ടു മുന്നേ കഴിഞ്ഞുപോയ റമളാൻ അത് നമ്മുടെ രക്ഷക്കുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാണ്, അത് നമ്മുടെ രക്ഷക്ക് വേണം. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഒന്നുകൂടെ സജീവമാകാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് എല്ലാവർക്കും സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയത്ത് ഇറങ്ങുകയാണ്, പ്രവാചകരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും സ്വർഗ്ഗത്തിലേക്കും വേണ്ടി നിങ്ങൾ ധൃതി കൂട്ടി വരിൻ എന്നാണ് അല്ലാഹുവിന്റെ ആയത്ത് പറയുന്നത്. പാപമോചനം നമുക്ക് വേണം, ആത്മാർത്ഥമായ പാപമോചനം. അല്ലാഹു വിട്ടുവീഴ്ച ചെയ്തു തരും. അതുകൊണ്ടാണ് അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ, അല്ലാഹുവേ നീ വിട്ടുവീഴ്ചയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന വിട്ടുവീഴ്ചക്കാരനാണ്. ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ, നീ വിട്ടുവീഴ്ച ഏറെ ഇഷ്ടപ്പെടുന്നവനുമാണ്. ഫഅഫു അന്നി, അതുകൊണ്ട് എനിക്ക് വിട്ടുവീഴ്ച ചെയ്തു തരണേ, പുറത്തു തരണേ, എനിക്ക് മാപ്പ് തരണേ പടച്ചോനെ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ആത്മാർത്ഥമായിട്ട് വരുന്ന ദിനങ്ങളിലും കൂടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. എന്താണ് അല്ലാഹു പറഞ്ഞത്? വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം. അല്ലാഹു പറയുകയാണ്, യാതൊരു കൂട്ടരും തങ്ങൾ വല്ല നീചകൃത്യങ്ങളും ചെയ്യുകയോ തങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിക്കുകയോ ചെയ്താൽ, നിങ്ങൾക്കറിയോ ഈ ആയത്ത് കേട്ടിട്ടൊരു സഹാബിക്ക് ഒരു മാറ്റം വരുന്നൊരു ചരിത്രം പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഫുളൈൽ ഇബ്നു ഇയാദ് ഒരാളുമായിട്ട് പ്രേമത്തിലായിരുന്നു, ഒരു പെണ്ണിനെ ഇഷ്ടമായിരുന്നു. അങ്ങനെ അവളുമായിട്ട് എന്തോ അടുക്കാനോ എന്തോ ഒരു ഉദ്ദേശത്തിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ ആയത്ത് കേൾക്കുകയാണ്.
അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാ വമാ നസല മിനൽ ഹഖ്. ആയിട്ടില്ലേ? ഇതൊക്കെ നിർത്തിയിട്ട് ഈ പരിപാടിയെല്ലാം നിർത്തി അല്ലാഹുവിന്റെ അടുക്കലേക്ക് തിരിയാനായിട്ടില്ലേ എന്ന ലെവലിലുള്ള ആയത്ത് കേട്ടിട്ട് നിർത്തിയിട്ട് പോവാണ് പേടിച്ചിട്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളും അവിടേക്ക് തിരിയണം. എത്ര ഖുത്ബ കേട്ടോരാ നമ്മൾ അല്ലേ? പ്രത്യേകിച്ച് മലയാളത്തിലെ ഖുത്ബ കേട്ടോർക്ക് കുറ്റം അധികമായിരിക്കും. സത്യം. എന്തിന്? മലയാളത്തിൽ കേട്ടതിന്റെ വകയിലല്ല, മറ്റൊരിക്കും മനസ്സിലായിട്ടില്ല എന്നെങ്കിലും അള്ളാഹിനോട് ഉദറ് പറയുമ്പോൾ നമുക്കതും പറയാൻ കഴിയില്ല. ശരിയല്ലേ? നമുക്കറിയാത്ത ഭാഷയിലായിരുന്നു നമ്മുടെ നാട്ടിൽ ഖുത്ബ പറഞ്ഞത്. അദ്ദേഹം നല്ല നല്ല ഖുത്ബകൾ, നബാത്തുൽ മിസ്രി എന്ന് പറഞ്ഞ നല്ല മിസ്രിക്കാരനായ ഖതീബ് എഴുതിയ ഇതുപോലെയുള്ള നോട്ടുകൾ അദ്ദേഹം ഓരോ ഖുത്ബ കഴിഞ്ഞിട്ട് ഇങ്ങനെ എടുത്തു വെച്ച് എഡിറ്റ് ചെയ്ത ഒരു കിതാബായി. ആ കിതാബ് നമ്മൾ വായിക്കുന്നത് നല്ല ഖുത്ബകളാണ്, എല്ലാ ഖുത്ബകളും. സംശയമില്ല. റമദാനിനെ പറ്റി വരും, ഈദിനെ പറ്റി വരാറുണ്ട്, റജബിനെ പറ്റി വരാറുണ്ട്, മുഹറത്തിനെ പറ്റി വരാറുണ്ട്. പക്ഷെ റബീഉൽ അവ്വലിൽ റസൂലുള്ളാഹി മരിച്ചതിനെ പറ്റിയിട്ട് അതിൽ വന്നിട്ടുള്ളൂ, ജനിച്ചതിനെ പറ്റിയിട്ട് വന്നിട്ടില്ല. അത്രയും നല്ലൊരു കിതാബ്. പക്ഷേ പടച്ചോനെ, അദ്ദേഹം ആ ഖുത്ബ വായിച്ചെന്ന ഖതീബ് അത് വായിക്കുമ്പോൾ ഞങ്ങൾ തീപ്പെട്ടി ചുറ്റി കളിച്ചതായിരുന്നു, ഞങ്ങൾ റീൽസ് കളിക്കുകയായിരുന്നു, ഞങ്ങൾ ഹോംവർക്ക് ചെയ്തതായിരുന്നു സ്കൂളിലേക്കുള്ളത്, ഞങ്ങൾ ഉറങ്ങുകയായിരുന്നു എന്നൊക്കെ അവർ ഉദറ് പറയുമ്പോ നമുക്ക് വികാരം കൊള്ളിക്കുന്ന ഏറ്റവും നല്ല കോഴിക്കോടൻ മലബാറൻ ഭാഷയിൽ നിങ്ങളുടെ താട്ടി കുലുക്കുന്ന രൂപത്തിലുള്ള ആയത്തും ഹദീസും കേട്ടവരാണ് ഞങ്ങൾ. ഒരു ഉദറും പറയാൻ കഴിയും. മനസ്സിലായില്ലേ? അതുകൊണ്ട് എല്ലാരും തിരുത്തിയിട്ട് കാര്യം സത്യമാണ് മൂപ്പർ പറഞ്ഞത്. എന്തായാലും എന്നെ കൊണ്ടല്ലോ ഈ മിമ്പർ നമുക്കെതിരെ വരരുത്. ഈ മിമ്പർ നമ്മളെ സഹായിക്കുന്ന മിമ്പറായി മാറണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എത്ര ഖുത്ബകൾ, എന്തെല്ലാം വിഷയങ്ങൾ അല്ലേ, എന്തെല്ലാം വിഷയങ്ങൾ. നിങ്ങൾക്കറിയോ, ഒരു ആലിമായ ഒരു മുസ്ലിമും ഒരു ആലിമല്ലാത്ത മുസ്ലിമും തമ്മിൽ നിങ്ങൾ നോക്കിയോ, ഇസ്ലാമിക നിയമങ്ങൾ നോക്കി എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അതാ ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത. അത് എന്താണ്? ഒരു 10-25 കൊല്ലം ഒന്നായിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ട് നിൽക്കണ്ട എല്ലാരും. അതിന് ബുദ്ധിയുള്ള കുറെ ആളുകൾ പോകും. എല്ലാരും പഠിക്കണം, ശരി തന്നെയാണ്. പക്ഷെ എല്ലാരും ആലിമാകുക എന്നത് നടക്കുവോ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി വിളിച്ചത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനെയായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ ബാങ്ക് വിളിക്കാൻ വിളിച്ചത് ബിലാലിനെയും അബ്ദുള്ളയെയുമായിരുന്നു. അല്ലേ? ഓരോരുത്തർക്കും ഓരോ റോൾ ഉണ്ട് ഇസ്ലാമിൽ. യുദ്ധത്തിൽ പുറപ്പെടുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ മുന്നിൽ നിർത്തിയത് ഖാലിദ് ഇബ്നു വലീദിനെയും അനസ് ഇബ്നു മാലിക്കിനെയും സൽമാനുൽ ഫാരിസിയെയും അതേപോലെ സുഹൈൽ ഇബ്നു അംറിനെയും ഉമർ ഇബ്നു ഖത്താബിനെയും അലിയാർ തങ്ങളെയുമായിരുന്നു. ഓരോരുത്തർക്കും ഓരോ റോൾ. എന്നാൽ ഇവർക്കെല്ലാവർക്കും എന്തറിയായിരുന്നു? ഇസ്ലാമിന്റെ എല്ലാ നിയമവും എല്ലാവർക്കും അറിയാം. നമുക്കും അറിയൂലേ? ഹജ്ജാടെ പോയിട്ടാ ചെയ്യേണ്ടതെന്ന് അറിയാം, എങ്ങനെ ചെയ്യാന്നറിയാം. പക്ഷെ ചെയ്തോന്ന് വെച്ചാലോ ചെയ്യൂല. സദക്ക എത്ര എങ്ങനെയാ കൊടുക്കേണ്ടത്, ആർക്കൊക്കെ കൊടുക്കാന്ന് ആർക്കും അറിയാത്തുണ്ടോ? എല്ലാവർക്കും അറിയാം. പക്ഷെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അവിടേക്ക് എത്തുന്നില്ല. അവിടെയാണ് നമ്മുടെ തകരാറുള്ളത്. അതാണ് നമ്മൾ തിരുത്തേണ്ടതുമെന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുക. അതുകൊണ്ട് അറിവിന്റെ കാര്യത്തിൽ ഞങ്ങൾ അറിയാത്തവരായിരുന്നു റബ്ബേ എന്ന് നമുക്കാർക്കും പ്രിയപ്പെട്ടവരെ പറയാൻ കഴിയില്ല. നിങ്ങൾക്കറിയുമോ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയാണ്, നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മർറ ബിഖബരിൻ ഫഖാല മൻ സാഹിബു ഹാദൽ ഖബർ ഫഖാലു ഫുലാൻ. അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യാണ്, ഒരു ഖബറിന്റെ അരികിലൂടെ നടന്നു പോവാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ആരാണ് ഈ ഖബറിന്റെ ഉടമ എന്ന് റസൂൽ ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഇത് ഇന്ന ആളുടെ ഖബറാണ് റസൂലേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണത്രേ, കേട്ടോളേ, റകഅതാനി അഹബ്ബു ഇലാ ഹാദാ മിൻ ബഖിയത്തി ദുനിയാകും. റസൂൽ പറഞ്ഞു, 2 റക്അത്തായിരിക്കും ഇദ്ദേഹത്തിന് നിങ്ങളുടെ ദുനിയാവിലെ സമ്പാദ്യത്തെക്കാളും ഏറ്റവും പ്രിയപ്പെട്ടത്. അതായത് നിങ്ങൾ ഇന്ന് സുഖത്തിലും സൗകര്യത്തിലും ദുനിയാവിലെ സമൃദ്ധിയിലും ജീവിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ ആഗ്രഹിക്കുന്നത് ഒരു 2 റക്അത്താണ്. ഒരു 2 റക്അത്ത് കിട്ടിയാ മതിയായിരുന്നു എന്നത്ര ആയിരിക്കും അത്രേ ആഗ്രഹിക്കുന്നത്. ഇനിയോ മറ്റൊരു ഹദീസിൽ പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്നു, നബി പുതിയതായി മറമാടിയ ഒരു ഖബറിന്റെ അരികിലൂടെ നടന്നുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഐച്ഛികമായി നിസ്സാരമായി കാണുന്ന ലഘുവായ 2 റക്അത്തുകൾ, അത് രണ്ടും ഇവന്റെ കർമ്മത്തിൽ വർധനവ് നൽകും. നിങ്ങളുടെ ഇഹലോകത്തിലെ സമ്പാദ്യത്തെക്കാളും ഇവന് അത് ഇഷ്ടപ്പെട്ടതാണ് ഖബറാളി. ഇനിയോ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, ഖാല ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ, അല്ലാഹുവാണ് സത്യം. അദ്ദേഹം പറയാണ്, ഖബറാളികളോട് നിങ്ങൾ ആഗ്രഹിക്കൂ എന്ന് പറയപ്പെട്ടെങ്കിൽ റമദാനിലെ ഒരു ദിവസത്തെയാണത്രേ അവർ ആഗ്രഹിക്കുക.
ഒരൊറ്റ ദിവസവും കൂടി, അല്ലെങ്കിൽ ഒരൊറ്റ റമദാനിൽ ഒരു ദിവസം എനിക്ക് കിട്ടേണ്ടി. കാരണം അന്ന് തകർത്തിട്ട് ഞാൻ ഈ പറഞ്ഞ അദാബുകളൊക്കെ, ഞാൻ ഈ ഏറ്റുവാങ്ങിയ പ്രയാസങ്ങളൊക്കെ ഞാൻ ആ ഒരൊറ്റ ദിവസം കൊണ്ട് നീക്കരുത്. ഒരു ദിവസം എനിക്ക് റമദാനിൽ കിട്ടിയാൽ മതിയായിരുന്നു. കബറാളികൾ ആഗ്രഹിക്കും അത്രേ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നതോടൊപ്പം ചില തിരുത്തലുകൾ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം. അവിടെയാണ് നമ്മുടെ ഈമാൻ കിടക്കുന്നത്. അള്ളാഹു നമ്മെ അതിനെല്ലാം സഹായിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. തഖ്വല്ലാഹ ഇബാദല്ലാഹ്. ഉസീകും വഇയ്യായ സാനിയ ബിതഖ്വല്ലാഹ്. പ്രിയപ്പെട്ടവരെ, റമദാൻ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് പോവുകയും ശവ്വാൽ അതിന്റെ പിറവിയിലേക്ക് വരുന്നതുമായ ദിനങ്ങളാണ് ഇനി വരാനുള്ളത്. സ്വാഭാവികമായും നമ്മളെല്ലാവരും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച സകാത്തുൽ ഫിത്ർ, നോമ്പിന്റെ എല്ലാ പോരായ്മകളും ആ സകാത്തുൽ ഫിത്ർ കൊണ്ട്, ഫിത്ർ സകാത്ത് കൊണ്ട് തീർക്കപ്പെടുന്നവർ. എല്ലാ ഓരോ തലക്കും അത് കൊടുക്കാനുള്ള ബാധ്യതയുമുണ്ട്. ഒരു വീട്ടിൽ എത്ര തലയുണ്ടോ ആ ഓരോ തലയെയും എണ്ണി തന്നെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരവധി ഹദീസുകളാണ് പെരുന്നാൾ നമസ്കാരത്തിന്റെ മുമ്പായിക്കൊണ്ട്, അല്ലെങ്കിൽ 1-2 ദിവസങ്ങൾക്ക് മുമ്പായിക്കൊണ്ട് അത് കൊടുത്തു തീർക്കണമെന്നാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്. ആരെങ്കിലും സകാത്തുൽ ഫിത്ർ പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് നൽകിയാൽ അത് സ്വീകരിക്കപ്പെട്ട സ്വതക്കയാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എല്ലാവരും ആ കാര്യത്തിൽ ഒരാളും വിട്ടുപോകരുത്. ചിലര് ഞാൻ ഇവിടെയാണ്, നാടവിടെയാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആശങ്കയൊക്കെ പറഞ്ഞ അവസാനം കൊടുക്കൂല. അത് ഉണ്ടാവരുത്. പ്രിയപ്പെട്ടവരെ, നമ്മളെ വീട്ടിൽ എത്രയുണ്ടോ ആ നാട്ടിൽ എല്ലാവരും സുലഭമായും സമൃദ്ധമായും സന്തോഷത്തോടുകൂടിയും ഭക്ഷിക്കുന്ന ഭക്ഷണത്തിന്റെ മൂല്യത്തെ നിശ്ചയിച്ചുകൊണ്ടുള്ള ഒരു എമൗണ്ട് അത് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഭക്ഷണത്തിന് തന്നെ അത് ഉപയോഗപ്പെടുത്താൻ പറ്റുള്ളൂ. ഈ അരിക്ക് തന്നെ അത് നമ്മളെ നാട്ടിൽ സുലഭം, നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് അരി ആയതുകൊണ്ട് ആ അരിയിൽ 2 തരങ്ങൾ കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. എന്തായാലും നമ്മുടെ പള്ളിയിൽ, നമ്മൾ വരുന്ന ഈ മഹല്ലിൽ നമ്മളത് നൽകുന്നുണ്ട്. അതുകൊണ്ട് അത് ഓഹരി പ്രകാരം നമ്മൾ എല്ലാവരും പ്രിയപ്പെട്ടവരെ അത് കൊടുക്കണം. ആരും മറക്കരുത്. ഇന്നാണ് അതിന്റെ അവസാനത്തെ തീയതി. നാളെ തന്നെ അത് ബുക്ക് ചെയ്ത് അതിന്റെ പണികൾ തുടങ്ങാനുണ്ട്. അതുകൊണ്ട് ഇന്ന് ഉച്ച മുതൽ രാത്രി വരെ സമയമുണ്ട്. അത് ബന്ധപ്പെട്ട ആളുകൾക്ക് നിങ്ങൾക്ക് സമീപിച്ച് കൊണ്ടുപോയി കൊടുക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പിന്നെ സന്തോഷത്തിന്റെ ഈദുൽ ഫിത്ർ വരികയാണ്. ആ ഈദുൽ ഫിത്റിലും നമ്മളൊക്കെയും ഒന്ന് ഒരുങ്ങേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. ഈദുൽ ഫിത്റിൽ നമുക്കറിയാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ. ഒന്നാമത്തത് കുളിക്കുക എന്നത് കുളി സുന്നത്താണ്. അതോടൊപ്പം നല്ല വസ്ത്രം, ഉള്ളതിൽ നല്ല വസ്ത്രം, നല്ലത് പുതിയത് വാങ്ങാൻ കഴിയുന്നവർ പുതിയത് വാങ്ങുക തന്നെ വേണം. പുതിയത് വാങ്ങാൻ കഴിവുള്ളവർക്ക് പുതിയത് വാങ്ങാം. ഇനി നമുക്ക് നല്ലൊരു വസ്ത്രമുണ്ട്, പുതിയത് അടുത്ത വീട്ടിലുള്ള ആൾക്കെങ്കിലും വാങ്ങിക്കൊടുക്കാം. അങ്ങനെ സന്തോഷത്തിൽ ഒരാൾ പിന്നോട്ട് പോകാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സ്ത്രീകളെ ഭാഗത്ത് പോയിട്ട് പറഞ്ഞു, സ്ത്രീകളെ നിങ്ങളുടെ കൂട്ടത്തിൽ 2 ഹിജാബ് 2 എണ്ണമുള്ളവർ തൊട്ടടുത്ത ആൾക്ക് കൊടുത്തിട്ട് അവരെയും കൂട്ടിയിട്ട് നിങ്ങൾ ഈദ് മുസല്ലയിലേക്ക് വരും. കാരണം ഈദ് നമ്മുടെ സന്തോഷത്തിന്റെ ദിവസമാണ്. 2 ആഘോഷങ്ങളാണ് നമുക്ക് അല്ലാഹുവിന്റെ റസൂൽ അനുവദിച്ചതും ആഘോഷിച്ച കൂലി തരാന്ന് പറഞ്ഞത്. ആഘോഷിച്ച കൂലി 2 ആഘോഷമാണ്. അതിലൊന്ന് പ്രിയപ്പെട്ടവരെ ഈദുൽ ഫിത്ർ. അതിലെല്ലാരും വരണം. എല്ലാരും വോട്ട് ചെയ്യാൻ നമ്മൾ കൊണ്ടുപോകുന്നില്ലേ? അത്ര റിസ്ക് എടുത്തിട്ട് കൊണ്ടുവന്നോളി എല്ലാരും. ഈ ഈദ് മുസല്ലാക്കിയത് എന്തിനാണെന്നറിയോ? ഈദ് പള്ളിയിലാണെങ്കിൽ ചില സ്ത്രീകൾക്ക് ഒരു പക്ഷേ അതിലേക്ക് വരാൻ കഴിയില്ല. അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു പക്ഷേ എല്ലാ ഈദിനും അവർക്ക് ആ വരാത്ത പ്രയാസം ഉണ്ടായാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയുന്നില്ല. പെരുന്നാളിന്റെ ഖുതുബയും നമസ്കാരവും അവർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് ഈദ് മുസല്ലയിലേക്ക് പോകാൻ. മുസല്ലയുടെ പ്രത്യേകത എന്താ? മുസല്ല നമസ്കരിക്കാം, അതേപോലെ തന്നെ എന്താണ് ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ വരാനും യാത്ര ചെയ്യാനും ഇരിക്കാനും ഒക്കെ പറ്റുകയും ചെയ്യും. നമ്മുടെ ഹറമിൽ പോലും അങ്ങനത്തെ മേഖലകളുണ്ട്, കണ്ടില്ലേ? ഹറമിൽ ഒരു ഭാഗത്ത് മുസല്ല തന്നെയുണ്ട്, ഒരു ഭാഗത്ത്. അവിടെ എന്ത് ചെയ്യാം? ഇങ്ങനെയുള്ള ആളുകൾക്ക്. അപ്പൊ എല്ലാരെയും ചേർത്ത് ഇനി വരണ്ട, ഒരു വരണ്ട എന്നല്ല തീരുമാനിക്കേണ്ടി, എല്ലാരും വരണം. അതിനെന്താണോ തടസ്സം ആ സാധനം നമുക്ക് വേണ്ട. ഭക്ഷണമാണോ തടസ്സം? പുറത്തു പോയിട്ട് കഴിച്ചോളി. എന്നാലും വേണ്ടില്ല, നമ്മുടെ ഭാര്യമാരെ അടുക്കളയിൽ തളച്ചിട്ടിട്ട് അവരുടെ ഈദിനെ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് പ്രിയപ്പെട്ടവരെ. അതോടൊപ്പം നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് തക്ബീർ ധ്വനികൾ. വെറുതെ മുദ്രാവാക്യമല്ല ഇത്. അള്ളാഹുവാണ് വലിയവനെന്നുള്ള പ്രഖ്യാപനം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരാവുന്നത്ര വലുപ്പത്തിൽ വരുത്തുക. എല്ലാരെ കൊണ്ട് ചില്ലിക്കുക. കുട്ടികളൊക്കെ ഈ റമദാൻ കൊണ്ട് എല്ലാ അദ്കാറുകളും പഠിച്ചിട്ടുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. അതോടൊപ്പം അല്ലാഹു അക്ബർ എന്ന
ആ പ്രഖ്യാപനവും നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. സുഗന്ധം പൂശി ഭക്ഷണം ചെറിയ പെരുന്നാളായതുകൊണ്ട് കഴിച്ച് ചെറിയ ലഘുഭക്ഷണം അങ്ങനെ തക്ബീർ ചൊല്ലിക്കൊണ്ട് മുസല്ലയിലേക്ക് വരിക, ഈദ്ഗാഹിലേക്ക് നേരത്തെ വരിക. അതോടൊപ്പം തക്ബീർ ധ്വനികളിൽ നമ്മൾ എല്ലാവരും ചേരുക. ഏറ്റവും അവസാനം വരുന്നു ഞാൻ ആവരുത് എന്ന് തീരുമാനിക്കുക. അങ്ങനെ എല്ലാവരും തീരുമാനിച്ചാൽ എല്ലാവരും നേരത്തെ എത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെല്ലാം നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ റമദാൻ പോവുകയാണ്. നമ്മുടെ റമദാൻ നമ്മളോട് വിട പറയുകയാണ്. ആ റമദാൻ ഇനി ഒരു പക്ഷേ ചിലപ്പോൾ കിട്ടില്ല, ചിലപ്പോൾ കിട്ടില്ല, ഉറപ്പാണ്. ഇനിയോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാൽ ഈ റമദാനിൽ ആത്മാർത്ഥമായിട്ട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ആളുകൾക്ക് സ്വർഗത്തിലേക്ക് എത്താൻ ഇതിനേക്കാളും മഹത്തരമായ ഒരു മാസമില്ല. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തവരുണ്ട്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉന്നതമായ പ്രതിഫലം അവർക്ക് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നിർണയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഖുർആൻ മതിയാകും അയാളെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ. അങ്ങനെ സമ്പൂർണമായ സംതൃപ്തിയോടുകൂടി ഈ പരിശുദ്ധ റമദാനിനെ പറഞ്ഞേക്കാൻ നമുക്ക് കഴിയണം. പ്രിയപ്പെട്ടവരെ, ആർക്കെങ്കിലും അലസതയോ മടിയോ അശ്രദ്ധയോ കാരണത്താൽ ഇതിലെ പല ദിനങ്ങളും പല പ്രവർത്തനങ്ങളും പല ഇബാദത്തുകളും പല സ്വതക്കകളും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ പോവല്ലാരും. അല്ലാഹുവിന്റെ റസൂല് സ്വതക്കക്ക് വേണ്ടി പ്രഖ്യാപിച്ചപ്പോ സയ്യിദ് ഇബ്നു ഹാരിസ കടന്നു ചെന്നില്ലേ? വീട്ടിലേക്ക് പോയപ്പോ ഒന്നുമില്ല, വീട്ടിൽ പാവപ്പെട്ട സഹാബിയായിരുന്നു. ആകെയുള്ളത് അല്ലാഹുവിന്റെ റസൂൽ യുദ്ധത്തിലേക്ക് വിളിച്ചാൽ യുദ്ധമുഖത്തേക്ക് ശത്രുമുഖത്തേക്ക് കുതിച്ചെത്താനുള്ള ഒരു കുതിര ഉണ്ടായിരുന്നു സയ്യിദ് ഇബ്നു ഹാരിസക്ക്. അതിന്റെ കയറും പിടിച്ചാ വന്നത്. അല്ലാഹുവിന്റെ റസൂലേ, എന്റെ കയ്യിലുള്ള ആകെയുള്ള ധനം മൂല്യവത്തായത് ഇതാ ഇത് ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് തരാൻ സ്വന്തം വാഹനം കൊടുത്തേച്ചു. പ്രിയപ്പെട്ടവരെ, ആലോചിക്കുക നമ്മളെല്ലാവരും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി നേടാൻ എന്തൊക്കെ നമുക്ക് സ്വന്തമായിട്ട് കഴിയുമോ അതൊക്കെ നമ്മൾ നിർവഹിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ കഷ്ടപ്പാടിലാണ്, പ്രിയപ്പെട്ടവരെ. 24 വയസ്സ് 30 വയസ്സുള്ള ഒരു സ്ത്രീ, ഭർത്താവ് മരിച്ച് 2 കുട്ടികളുള്ള ഒരു സ്ത്രീ ക്യാൻസർ ബാധിച്ചിട്ട് വല്ലാത്ത പ്രയാസത്തിലാണ്. അള്ളാഹു അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ അങ്ങനെയുള്ളവരുണ്ട്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാനിലെ പരമാവധി പവിത്രതയിൽ പരമാവധി ഇഖ്ലാസിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നാഥാ, ഞങ്ങളുടെ കൂട്ടത്തിലെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് നീ ആ ബുദ്ധിമുട്ടുകൾ നീക്കിക്കൊടുക്കണമേ നാഥാ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് നീ സ്വർഗം നൽകണമേ നാഥാ. ഞങ്ങളുടെ കൂട്ടത്തിൽ കടമുള്ള ആളുകളുടെ കടങ്ങൾ നീ തീർത്തു കൊടുക്കണമേ നാഥാ. അല്ലാഹുവേ, മക്കളില്ലാത്തവരുണ്ട്, അവർക്ക് നീ മക്കൾ അവർക്ക് അനുഗ്രഹമാണെങ്കിൽ അവർക്ക് നീ പെട്ടെന്ന് തന്നെ മക്കളെ നൽകണമേ. അല്ലാഹുവേ, വരുമാനങ്ങളില്ലാത്തവരുണ്ട്, അവർക്ക് വരുമാനത്തിന്റെ ബറക്കത്തുകൾ നൽകുകയും വരുമാനമില്ലാത്തവർക്ക് ജോലിയും സമ്പാദ്യവും നൽകി നീ എല്ലാരെയും സഹായിക്കണമേ നാഥാ. ഫലസ്തീനിലെ മക്കളെ, ഫലസ്തീനിലെ വിധവകളെ, ഫലസ്തീനിലെ കുടുംബിനികളെ, ഫലസ്തീനിലെ രോഗികളായി കിടക്കുന്നവരെ ആക്രമിക്കുകയാണ്. അവർ ബലാത്സംഗം വരെ ചെയ്യുന്നു എന്ന് പറയുന്നു. ഗർഭിണികളായ സ്ത്രീകളെ പോലും വെറുതെ വിടാത്ത ആ നരഭാഗികൾക്ക് അല്ലാഹുവേ നീ കനത്ത ശിക്ഷ നൽകണമേ. ആ പാവപ്പെട്ട കുട്ടികളെ വേദനിപ്പിക്കുന്ന കാബാലികർക്ക് നാഥാ നീ നിന്റെ ഏറ്റവും വലിയ കഠോരമായ ശിക്ഷ നീ നൽകണമേ. അല്ലാഹുവേ, ആ മക്കൾക്ക് നീ നിന്റെ സഹായം നൽകണമേ. അവർക്ക് ഏറ്റവും നല്ലത് നീ പകരം നൽകണമേ. അല്ലാഹുവേ, നമ്മുടെ കൂട്ടത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്തവരുണ്ട്, അവർക്ക് ഉദാത്തമായ പ്രതിഫലം നീ നൽകി അനുഗ്രഹിക്കണമേ. കടക്കാരനെ സഹായിച്ചവരുണ്ട് നാഥാ, കടക്കാരനെ സഹായിച്ചവരുണ്ട്, അവർക്ക് പടച്ച തമ്പുരാനെ നീ നിന്റെ ധന്യത ഇരട്ടിപ്പിക്കണമേ നാഥാ. അല്ലാഹുവേ, ആളുകളെ സഹായിച്ച ആളുകൾക്ക് നീ ആരോഗ്യം നൽകണമേ നാഥാ. അല്ലാഹുവേ, ഞങ്ങളുടെ വീട്ടിലും കുടുംബത്തിലും സമാധാനം നീ നൽകണമേ നാഥാ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്. اللهم إنا نعوذ بك من الهم والحزن ونعوذ بك من العجز والكسل ونعوذ بك من الجبن والبخل ونعوذ بك من غلبة الدين وقهر الرجال. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجعة نقمتك وجميع سخطك. اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم إنا نسألك العفو والعافية. اللهم إنا نسألك العفو والعافية في الدنيا والآخرة. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نعوذ بك من عذاب جهنم ومن عذاب القبر ومن فتنة المحيا والممات ومن فتنة
المسيح الدجال. اللهم اغفر لآبائنا وأبنائنا وأمهاتنا وإخواننا وأخواتنا يا رب العالمين. اللهم اغفر آبائنا وأمهاتنا كما ربونا صغارا. اللهم اجمعنا بهم في جنتك وجنات النعيم بغير حساب ولا عقاب برحمتك بفضلك يا رب العالمين. اللهم صل على محمد وعلى آل محمد.